ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ ഒരു കാലിഗ്രാഫി ടെക്സ്റ്റ് നമ്മുടെ റീൽസിലും സ്റ്റോറീസിലൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. വായോ ആരംഭിക്കലാങ്ങളാ. അപ്പോൾ ഇത് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആപ്പ് വേണം. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്നുള്ള ഒരു ആപ്പ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ആപ്പ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾ ആ ഒരു ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കേട്ടോ കാണുക. അപ്പോൾ ഇതിന് തൊട്ട് താഴെ തന്നെ ഒരു ബ്രഷ് ടൂൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഒത്തിരി പല ടൈപ്പിൽ ബ്രഷ് ടൂൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ കാലിഗ്രാഫി തന്നെ നമുക്കൊരു ബ്രഷ് ടൂൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഓരോന്നും പല ഡിസൈൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത ശേഷം അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു പ്ലസ് ഐക്കണിൻ്റെ തൊട്ട് പുറത്തായിട്ട് 2 ലൈൻ കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബ്രഷ് ടൂളിൻ്റെ സൈസും ഒപ്പാസിറ്റിയും ആ ഒരു സ്മൂത്ത്നെസ്സൊക്കെ നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ടിക്ക് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ തന്നെ കളർ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ അതിൽ എഴുതി കൊടുക്കാം. നമ്മളിപ്പോൾ ബുക്കിൽ എഴുതുന്ന പോലെ നമുക്ക് ഫോണിൽ ചിലപ്പോൾ എഴുതാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ചെറിയ സ്ക്രീനല്ലേ, അപ്പോൾ നിങ്ങളതിൽ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വേറുള്ള ബ്രഷ് ടൂളൊക്കെ യൂസ് ചെയ്ത് പല ചിത്രങ്ങളും അതിൽ വരച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അല്ലാണ്ട് നമുക്ക് പല കളർ കൊടുത്തിട്ട് തന്നെ ഇതിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ലൈറ്റായിട്ടുള്ള ഒരു ബ്രഷ് ടൂൾ, ഒരു പെൻസിൽ ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ അതിൻ്റെ കളറൊന്ന് റെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങളത് ചെയ്ത് കൊടുക്കാം. ഇതൊരു സൂര്യനാണ് ഗൈസ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി മുകളിലുള്ള ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് PNG ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ അത് സേവ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് നമ്മുടെ സ്റ്റോറീസിലും ഈ റീൽസിലൊക്കെ ആഡ് ആക്കാൻ നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം സ്റ്റോറിയിൽ നിങ്ങൾ ഒരു പിക്ചർ നിങ്ങളൊന്ന് ആഡാക്കി കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറാണ് കേട്ടോ ആഡാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്നിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഗാലറി സേവ് ആയിട്ടുള്ള ആ ഒരു കാലിഗ്രാഫി ടൈപ്പ് ടെക്സ്റ്റ് നമ്മൾ ഇതേപോലെ ആഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വല്ല സ്റ്റിക്കേഴ്സും ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ റീൽസിലും ചെയ്യേണ്ടത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.